ലെസൺ 3 നമുക്ക് ഈ ഡിഫറൻസിയേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ചെയിൻ റൂൾ. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നു, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് അല്ലെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. അതിൻ്റെ ഡെറിവേറ്റീവിനെ നമ്മൾ എഫ് ഡാഷ് എക്സ് എന്ന് എഴുതും അല്ലേ. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്, അത് നമുക്കറിയാം കോസ് എക്സ്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ബേസിക് സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഇനി നമ്മളോട് പറയുവാണ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് സ്ക്വയർ എന്ന് തന്നിരിക്കുന്നു. അതായത് നമുക്ക് സൈനിൻ്റെ ഉള്ളിൽ എക്സിന് പകരം എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വരുന്നു. അതായത് ഇത് ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്നത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനാണ് അല്ലേ. സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ വന്നിരിക്കുന്നു. ഇപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ ഒരു വേരിയബിളാണ്. അപ്പോൾ സൈൻ എക്സ്, എക്സിൻ്റെ ഫംഗ്ഷൻസ് സൈൻ എക്സ്, ഇ റേസ് ടു എക്സ്, ലോഗ് എക്സ്, കോസ് എക്സ്, ഇങ്ങനെ നമുക്കറിയാം. അതേസമയം ഈ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയറിനോ അല്ലെങ്കിൽ റൂട്ട് എക്സിനോ അങ്ങനെ എക്സിൻ്റെ സ്ഥാനത്ത് മറ്റുള്ള ഫംഗ്ഷൻസ് വരുമ്പോൾ നമുക്കതിനെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്നും പറയും. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെയിൻ റൂൾ, ആ പേര് പോലെ തന്നെ ഒരു ചെയിൻ സീക്വൻഷ്യലായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് കാണണം എഫ് ഡാഷ് എക്സ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. സൈൻ എക്സ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി, സൈൻ എക്സ് സ്ക്വയർ ആണ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം സൈനിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം കോസ് ആണെന്നറിയാം. ഇവിടെ സൈൻ എക്സ് അല്ല, സൈൻ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഒബ്വിയസ്ലി കോസ് എക്സ് സ്ക്വയർ ആയിരിക്കും. പക്ഷേ നമുക്ക് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ കൊണ്ടത് തീരത്തില്ല. അതായത് സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കോസ്, സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസിന് എഴുതുന്നു, ഫംഗ്ഷൻ അവിടെയുള്ള ഫംഗ്ഷൻ തന്നെ എഴുതുന്നു, കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഫംഗ്ഷൻ അതേതാണ് എക്സ് സ്ക്വയർ, അതിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അതായത് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. ഇപ്പോഴേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെയിൻ. ഇപ്പം നോക്കിയിട്ട് ചെയിൻ പോലെയാണ് നമ്മൾ ചെയ്തത്. ആദ്യം സൈനിൻ്റെ ഡെറിവേറ്റീവ് എഴുതി, സൈൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ആ ഫംഗ്ഷൻ തന്നെ എഴുതണം കേട്ടോ. സൈൻ എക്സ് സ്ക്വയറിൻ്റെ കോസ് എക്സ് എന്ന് എഴുതരുത്, കോസ് എക്സ് സ്ക്വയർ എന്ന് തന്നെ എഴുതണം. ബട്ട് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവും കൂടെ നമ്മൾ എഴുതുമ്പോൾ ഇതിൻ്റെ ആൻസർ 2x ഇൻറ്റു കോസ് എക്സ് സ്ക്വയർ എന്നാണ്. മറ്റൊരെണ്ണം നോക്കാം. സോ സപ്പോസ് y ഈസ് ഈക്വൽ ടു കോസ് 3x³ എന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ കോസാണ്, രണ്ടാമത്തെ ഫംഗ്ഷൻ 3x³ ആണ്. അതായത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, ഫംഗ്ഷന് ഉള്ളിലൊരു ഫംഗ്ഷൻ. അപ്പോൾ കോസിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം മൈനസ് സൈൻ ആണല്ലേ. മൈനസ് സൈൻ ഓഫ് ഇവിടെ എന്താണോ കിടക്കുന്നത് അത് തന്നെ, മൈനസ് സൈൻ ഓഫ് 3x³. പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ ശരിക്കും എക്സ് ആണെങ്കിലാണ് കോസ് എക്സ് സൈൻ എക്സ് ആവുക. അപ്പം 3x³ എന്ന് കിടക്കുമ്പോൾ 3x³ ഡെറിവേറ്റീവ് കൊണ്ടുകൂടി നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 3x³ ഡെറിവേറ്റീവ് എന്താണ്? 3 ഇൻറ്റു x³ ഡെറിവേറ്റീവ് നമുക്ക് n ഇൻറ്റു x റേസ് ടു n മൈനസ് 1, 3 ഇൻറ്റു x റേസ് ടു 3 മൈനസ് 1 ദാറ്റ് ഈസ് 3x സ്ക്വയർ. അതായത് ഇതിനെ നമ്മൾ 3x³ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 3 ഇൻറ്റു x³ ഡെറിവേറ്റീവ് 3x സ്ക്വയർ എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് മൊത്തം ആൻസർ വരുമ്പോൾ മൈനസ് 3 ഇൻറ്റു 3 9 ഇൻറ്റു എക്സ് സ്ക്വയർ. ഇത് പുറത്താണ് കേട്ടോ, സൈൻ എക്സ് ഇതൊരു ഫംഗ്ഷനാണ്, ഇൻറ്റു ആണ് ബാക്കി ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. മൈനസ് 9x സ്ക്വയർ ഇൻറ്റു സൈൻ 3x³. ഇനി മറ്റൊരു ഫംഗ്ഷൻ നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് റേസ് ടു 4. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഇ റേസ് ടു എക്സ് റേസ് ടു 4 എന്ന് പറയുമ്പോൾ വൈ ഡാഷ് അല്ലെങ്കിൽ dy/dx. ഇ റേസ് ടു എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റേസ് ടു നോക്കി, ഇ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ. അതിൻ്റെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇ ടു ദ പവർ അനദർ ഫംഗ്ഷൻ എന്നാണ്. എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് എന്നറിയാം. അതുപോലെ തന്നെ ഇ റേസ് ടു എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് റേസ് ടു 4 തന്നെ. ബട്ട് ഇൻറ്റു നമ്മൾ ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് റേസ് ടു 4 ആയതുകൊണ്ട് എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവും കൂടെ കണ്ടുപിടിക്കാം. എക്സ് റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്താ? 4 ഇൻറ്റു x³. അപ്പോൾ ഫൈനൽ ആൻസർ ഈസ് 4 ഇൻറ്റു x³ ഇ റേസ് ടു എക്സ് റേസ് ടു 4. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ഫംഗ്ഷൻ എടുക്കാം. y ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എടുക്കാം. ഫോർ എക്സാമ്പിൾ അനദർ ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് 1/x എന്നെടുക്കാം. ഓക്കെ, ലോഗ് ഓഫ് ഉണ്ട്, ഇത് കുറച്ച് നമ്മൾ ചിന്തിച്ച് എഴുതേണ്ടതാണ്. അതായത് ഇവിടെ നമുക്ക് dy/dx ചെയ്യുമ്പോൾ ലോഗ് ഒരു ഫംഗ്ഷനാണ്, 1/x മറ്റൊരു ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെയിൻ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ലോഗിൻ്റെ
d/dx ഓഫ് log x എന്തായിരുന്നു? നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട് 1/x ആയിരുന്നു. അതായത് ഇവിടെ എന്താണോ വരുന്നത് അത് ഡിനോമിനേറ്ററിൽ വരും. അങ്ങനെയാണെങ്കിൽ log 1/xൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? d/dx ഓഫ് log 1/x. ലോഗിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ തന്നെ 1/by വരും. 1/by എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ് ഇവിടെ കിടക്കുന്നത്? 1/x. അപ്പം 1/1/x ആണ് വരുന്നത് അല്ലേ? അതായത് നമ്മൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് എന്ന് വരും. ഓക്കെ, അത് മനസ്സിലായല്ലോ അല്ലേ? അതായത് d/dx ഓഫ് log x 1/x ആണ്. അപ്പോൾ d/dx ഓഫ് log 1/x എന്ന് പറഞ്ഞാൽ 1/xൻ്റെ സ്ഥാനത്ത് എന്താണോ അത് എഴുതുക, 1/x, അതായത് x ആണ്. അപ്പോൾ log 1/xൻ്റെ ഡെറിവേറ്റീവ് 1/1/x. ഓക്കെ, ഇൻറ്റു ഇനി നമുക്ക് നോക്കാം, log x അല്ല, ആ ഫംഗ്ഷൻ 1/x ആണ്. അതായത് ഇൻറ്റു നമ്മൾ ആ 1/xൻ്റെ ഡെറിവേറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. 1/xൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ആദ്യം തന്നെ കാണാൻ പഠിച്ചിട്ടുണ്ട്, -1/x². അപ്പോൾ ഇത് ഇൻറ്റു -1/x² എന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അതായത് നമുക്ക് x ഇൻറ്റു -1/x² എന്ന് വരും. കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ഒരു എക്സ് ക്യാൻസലായി പോയിട്ട് നമ്മുടെ ആൻസർ -1/x എന്ന് വരും. ഇതുപോലെ ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വേറൊരു ഫംഗ്ഷൻ എഴുതാം. y = sin ഓഫ് log x. ഓക്കെ, ഇവിടെ നമ്മൾ dy/dx കാണുമ്പോൾ ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ് അല്ല log x എന്ന് എഴുതണം. അവിടെ എന്ത് ഫംഗ്ഷനാണുള്ളത് എഴുതണം. ബട്ട് എക്സിൻ്റെ സ്ഥാനത്ത് log x ആയതുകൊണ്ട് log xൻ്റെ ഡെറിവേറ്റീവും കൂടെ എഴുതുക. cos x log a, cos ഓഫ് log xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഇനി വേണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നമുക്ക് 3 ഫംഗ്ഷൻസ് വരുമെന്ന് നോക്കാം. അതായത് ഞാൻ കാണിച്ചു തരാം. dy/dx = sin ഓഫ് e⁻x². ഇങ്ങനൊരു ഫംഗ്ഷൻ തന്നാൽ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ സൈൻ, പിന്നെയുള്ള ഫംഗ്ഷൻ പിന്നെയുള്ള ഫംഗ്ഷൻ x² അല്ലേ? sin x, e⁻x, x², അങ്ങനെ 3 ടൈപ്പ് ഫംഗ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷനിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. സൈനിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ്. അതിനുള്ളിൽ ഏത് വരണം? ഇവിടെ ഉള്ള ഫംഗ്ഷൻ തന്നെ വരണം. കോസ് ഓഫ് e⁻x². ഇൻറ്റു എന്താണ്? ഇതിനുള്ളിലുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, അതായത് e⁻x²ൻ്റെ ഡെറിവേറ്റീവ്. അവിടെ വീണ്ടും ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ വരുവാണ്. e⁻x² എന്ന് പറയുമ്പോൾ ആദ്യം e⁻x²ൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. e⁻xൻ്റെ ഡെറിവേറ്റീവ് e⁻x തന്നെ ആയതുകൊണ്ട് e⁻x²ൻ്റെ ഡെറിവേറ്റീവ് e⁻x² ഇൻറ്റു ഇനി x²ൻ്റെ ഡെറിവേറ്റീവും കൂടെ എഴുതുമ്പോഴല്ലേ കംപ്ലീറ്റ് ആവുള്ളൂ. എക്സിൻ്റെ സ്ഥാനത്ത് x² വരുന്നതുകൊണ്ട് x²ൻ്റെ ഡെറിവേറ്റീവ് 2x. അതുപോലെ ഇങ്ങനെ സീക്വൻഷ്യലായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ അല്ലെ ഒന്നിലധികം ഫംഗ്ഷൻ 2, 3, 4 എങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ ഏറ്റവും ഔട്ട്സൈഡുള്ള അല്ലെ ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് നിൽക്കുന്ന ഫംഗ്ഷൻ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ളിലുള്ള ഫംഗ്ഷനെ 1/1 ആയിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തെ എല്ലാ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്ത് നോക്കുമ്പോൾ അത് നല്ല ക്ലിയർ ആവും.